John chapter 21 verse 19. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 19-ാം വാക്യം. This spoke he, signifying by what death he should glorify God. പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുക. പത്രോസിനെ കുറിച്ച് യേശു പറയുക, ഈ വ്യക്തിയുടെ മരണം കാരണം കർത്താവിന്റെ നാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. അവൻ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുകയാണ്. When we are living on this earth, when we become according to the word of God, through our life, God's name is being glorified. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുകയാണ്. ഇനി നമ്മൾ മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ സന്തോഷം. എന്റെ മകൻ തിരിച്ചു വന്നു, എന്റെ മകൾ തിരിച്ചു വന്നു, എന്റെ കുഞ്ഞ് തിരിച്ചു വന്നു, ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ട് എന്റെ കുഞ്ഞ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിലൊരു സന്തോഷം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭമാകുന്നു. ഹല്ലേലൂയ. കാരണം എല്ലാവർക്കും വലിയ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എല്ലാവരും മുമ്പേ വെച്ച് നമ്മുടെ മാനേജർ പറയുക, ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കിയത് ഇന്ന വ്യക്തിയായി എല്ലാവരും കൈയടിക്കാൻ പറയുന്നത് നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷിക്കും അല്ലേ? അത് എനിക്ക് അങ്ങനത്തെ ഫീലിംഗ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? അപ്പൊ സ്വർഗത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്ത് തിരിച്ചു എത്തുമ്പോൾ അവിടുത്തെ കയ്യടിയും അവിടുത്തെ സന്തോഷം കേൾക്കുമ്പോൾ പൗലോസ് പറയുക, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ഇവിടെ എന്നെ കല്ലെറിയുന്ന ആൾക്കാരുണ്ട്, എന്നെ ജയിലിൽ പിടിച്ചിരുന്നവരുണ്ട്. പക്ഷെ അതെല്ലാം അനുഭവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ അതൊക്കെ അനുഭവിക്കുമ്പോഴും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു നഷ്ടമില്ല, എനിക്ക് ലാഭമാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വേണ്ടിയൊക്കെ എത്ര കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതല്ലേ? നമ്മുടെ പ്രയോറിറ്റി എന്താ? ഞാൻ ജീവിച്ചാൽ കർത്താവിന് വേണ്ടി മരിക്കുവാണെങ്കിൽ കർത്താവ് അങ്ങനെ ചിന്തിക്കും. ഞാൻ ഓർക്കുന്നു, കർത്താൻദാസിനെ വളരെ സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ചെയ്ത കർത്താൻദാസ് സാജുദോൻ മാത്യു, സാജുചാനെ വിളിക്കുന്നത് എല്ലാവർക്കും അറിയാം. താനൊരു പുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ജോലി എന്ന് പറയുന്ന ഒരു പുസ്തകം. അതൊരു ലേഡിയെ കുറിച്ചുള്ളൊരു കഥ. ആ കഥയിൽ ആ ലേഡി ജോലി എന്ന് പറയുന്ന സിസ്റ്ററിന്റെ ഒരു കഥയാണ്. ഷീസ് എ പാരലൈസ്ഡ് ലേഡി, കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. കൈയടക്കാൻ പറ്റത്തില്ല, കാലനക്കാൻ പറ്റത്തില്ല, കട്ടയിൽ തന്നെ കിടക്കുന്നു. ഈ സിസ്റ്റർ ജോലി എന്ന് പറയുന്ന ഈ സിസ്റ്ററിന്റെ യങ് സിസ്റ്ററാ ഈ മൂത്ത സിസ്റ്ററിനെ ശുശ്രൂഷിക്കുന്നത്. അവ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റർ തിരിച്ച് ജോലിക്കൊക്കെ പോകും. അപ്പൊ ഒരു ദിവസം ഈ സഹോദരി ഇതെല്ലാം ശുശ്രൂഷകളെല്ലാം ചെയ്ത് തന്റെ സിസ്റ്ററിന് വേണ്ടി എല്ലാം ചെയ്തിട്ട് താൻ പോയപ്പോൾ അന്ന് ഈ ജോലിക്ക് സുഖമില്ല, സുഖമില്ല, പനിയും ഒക്കെയാണ്. അപ്പൊ മൂക്കിൽ കൂടെയും വായിൽ കൂടെ കഫവും മൂക്കളെയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ഈ സ്വന്തം കൈയൊന്ന് പൊക്കിയൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും സാധിക്കത്തില്ല ആർക്കാ ഈ ജോലിക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥ കിടക്കുക. അപ്പൊ താൻ മനസ്സിലൊന്ന് പറഞ്ഞു, കർത്താവേ, എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യായിരുന്നു. ഇല്ല പോട്ട് എന്റെ കൈ കൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പോട്ട് ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഈ ജോലി മനസ്സിൽ കർത്താവിനോട് പറയുക, ഞാൻ കർത്താവ് ഈ കൈ പൊക്കി എന്നെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സാധിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പോട്ട് ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാരണം നീ വേദനയ്ക്കുള്ളതെന്ന് കടന്നു പോയിട്ടില്ലല്ലോ. അവർ യേശു ക്രിസ്തു ഈ സഹോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, എന്തോ പോലെ നീ പറഞ്ഞേ, നീ എന്തോ പറഞ്ഞേ? ഞാൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലെന്നോ നീ പറയുന്നത്? ഞാൻ ക്രൂശിൽ കിടക്കുമ്പോൾ എന്റെ കൈകളിൽ ആനയൊക്കെ കുത്തി, കാലുകളിൽ ആനയൊക്കെ കുത്തി, എന്നെ വെറുക്കുന്നവർ എന്റെ മേലിൽ തുപ്പി, എന്നെ തലയിൽ മുൾക്കിരീടം വെച്ചു. രക്തം ഇങ്ങനെ ഒരുങ്ങി വരുമ്പോൾ ആ രക്തവും തുപ്പലും എല്ലാം കൂടെ മിക്സായി എന്റെ ഫേസിൽ കൂടെ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്റെ കൈ ഒന്ന് നീട്ടി ഒന്ന് തുടയ്ക്കാൻ. പക്ഷെ എനിക്ക് തുടയ്ക്കാൻ സാധിച്ചില്ല. നീ എന്താ പറയുന്നത്? ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടില്ലാണോ? ആർക്കും ജോലി പറഞ്ഞു, കർത്താവേ എന്നെ ക്ഷമിക്കണേ. അത് അനേകർക്കൊരു പ്രോത്സാഹനമായി തീർന്നു. അപ്പൊ
പാസ്റ്ററിന്റെ അനുഭവങ്ങൾ അനേകരെ സ്വാധീനിച്ചു. പാരലൈസ് ആയി കിടക്കുന്ന ഒരു വ്യക്തിയിൽ കൂടെ കർത്താവിന്റെ നാമം ബോധപ്പെടാമെങ്കിൽ പിന്നെ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം എന്തുകൊണ്ട് ബോധപ്പെടുത്തില്ല? സ്തോത്രം. നമുക്ക് അതിനു വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കാം. അപ്പോ അവിടുത്തെ വചനത്താൽ നമുക്ക് ശുദ്ധി വന്നിരിക്കുന്നു. സോ ഇറ്റ് ബിക്കംസ് ഈസി ടു പ്രേ. രണ്ടാമത്തെ കാരണം 5-ാം വാക്യം ഒന്ന് വായിക്കാൻ. അവസാനത്തെ ഭാഗത്തായി എഴുതിയിരിക്കുന്നത് വായിച്ചു. 5-ാം വാക്യം 15:5. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല? ശാഖയ്ക്ക്. അപ്പൊ കർത്താവിനെ പിരിഞ്ഞ് ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യാം. ഹലോ, നിങ്ങൾക്ക് ഗുണമുണ്ടോ? കർത്താവിനെ പിരിഞ്ഞ് ലോകത്തിൽ പലർക്കും പലതും ചെയ്യാം. പക്ഷെ ശാഖയ്ക്ക് പറ്റത്തില്ല. കർത്താവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റത്തില്ല. കാരണം അവർക്കൊരു വാശിയുണ്ട്. കർത്താവേ, ഞാൻ ജീവിക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാകുന്നു. അവൻ പ്രവർത്തിക്കുന്നതും കർത്താവിന് വേണ്ടിയാകണം. അവൻ പറയും, കർത്താവേ, അവിടുത്തെ കൃപയല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയാം, കർത്താവേ, അങ്ങേ പിരിഞ്ഞ് എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങേ പിരിഞ്ഞ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പറയുക, കർത്താവേ, അങ്ങാകുന്നു എന്റെ പ്രയോറിറ്റി. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങാകുന്നു എന്റെ പ്രയോറിറ്റി. രണ്ടാമത്തെ കാരണം, why is Jesus my priority? Because apart from him I cannot do anything. ആറാമത്തെ വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. അയ്യോ, അത് ഭയങ്കര വേദനകരമായ സ്റ്റേറ്റ്മെന്റ്. എന്നിൽ വസിക്കാത്തവനെ മുറിച്ച് കളയും. അപ്പോൾ കർത്താവിൽ വസിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ വസിക്കാൻ തീരുമാനിച്ചു. ഇത് സംസാരിക്കുന്ന ശാഖയെ കുറിച്ചാണ് കേട്ടോ. ഈ ശാഖയെ കുറിച്ച് ഞാൻ വസിക്കുവാൻ തീരുമാനിച്ചു, ആഗ്രഹിച്ചു, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ വന്നു. ഒരു ദിവസം തോന്നിയോ ഇതൊക്കെ വേസ്റ്റാ, ഈ പ്രസംഗവും ഈ പാട്ടും ഇതെല്ലാം എന്താ വേസ്റ്റാ, ഇന്നൊക്കെ പുറകെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ കർത്താവിൽ വസിക്കാതെ നമ്മുടെ ജീവിതം മാറ്റി വെക്കാൻ തുടങ്ങിയ ഒരു ദിവസം നമ്മളെ കട്ട് ചെയ്താൽ എങ്ങനെ കലഞ്ഞ 6-ാം വാക്യം വായിക്കണം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിടുന്നു. അയ്യോ, അവരെ എവിടെ കൊണ്ടിടും? അതുകൊണ്ട് വസിക്കുന്നതാണ് നല്ലത്. വസിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വസിക്കണമെങ്കിൽ പ്രയോറിറ്റി കർത്താവായിരിക്കണം. അങ്ങനെ വസിക്കണമെങ്കിൽ നമുക്കൊരു വാശിയുണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. അങ്ങനെ മഹത്വപ്പെടുവാൻ വേണ്ടി എന്തുകൊണ്ട് മഹത്വപ്പെടണം? എന്തുകൊണ്ട് വസിക്കണം? കാരണം എന്റെ പ്രയോറിറ്റി കർത്താവായിരിക്കണം. എനിക്ക് I don't want to be cut off. I want to be with God. 8-ാം വാക്യം വായിക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൽ വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം കർത്താവിന്റെ നാമം മഹത്വപ്പെടും. കർത്താവിൽ വസിച്ചാൽ എന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം, പിതാവിന്റെ നാമം മഹത്വപ്പെടും. അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ വല്ലതും ഉണ്ടോ? അല്ലേ? ഇപ്പോഴൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാ. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകാൻ പോകുന്നു. അപ്പൊ താൻ കുറെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. അവരായിരിക്കും അടുത്ത ഈ മിനിസ്റ്റർ, ഈ വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തികളൊക്കെ സന്തോഷവും അവരുടെ ആ പ്രായവും ഒക്കെ നമുക്ക് ചോദിക്കാം. കാരണം ഏറ്റവും വലിയ രാജ്യത്തിന്റെ, ഏറ്റവും പവർഫുൾ ആയ രാജ്യത്തിന്റെ അവര് ഇനി വലിയ ലീഡേഴ്സ് ആകാൻ പോകുന്നു. അവർക്ക് ഒരു ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ഈ ചെറിയ ജീവിതം മുഖാന്തരം കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര ആനന്ദമുണ്ടായിരിക്കണം.
പാടുന്നതിൽ കൂടെ കർത്താവിന്റെ നാമം ഓർക്കപ്പെടണം. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിൽ കൂടെ കർത്താവിന്റെ നാമം ഓർക്കപ്പെടണം. നമ്മൾ ജോലി ചെയ്യുന്നതിൽ കൂടെ കർത്താവിന്റെ നാമം ഓർക്കപ്പെടണം. ഇവിടെ വന്നൊരു കസേരയിട്ട അതിൽ കൂടെ കർത്താവിന്റെ നാമം ഓർക്കപ്പെടണം. നമ്മൾ ഏത് ചെയ്താലും കർത്താവിന്റെ നാമം ഓർക്കപ്പെടണം. ഇനി ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ആ ഒരു വ്യക്തി, ഭൂമിയിലെ ഏറ്റവും വലിയ കൺവെൻഷനിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തിയും, ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ മരത്തിന്റെ കീഴിൽ നിൽക്കുന്ന പ്രസംഗിക്കുന്ന വ്യക്തിയും സ്വർഗത്തിൽ സെയിം മാർക്കാണ്. ഏറ്റവും വലിയ കൺവെൻഷനിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വ്യക്തിക്കും, ഒരു ഗ്രാമത്തിൽ ഒരു റോഡിന് അവിടെ നിന്ന് ഗിറ്റാർ വെച്ചോ ഇതൊന്നുമില്ലാതെ പാട്ട് പാടുന്ന വ്യക്തിക്കും കർത്താവിന്റെ ഭവനത്തിൽ സെയിം മാർക്കാ. എന്താണെന്ന് അറിയാമോ? അവർ രണ്ടിൽ കൂടെ കർത്താവിന്റെ നാമം ഓർക്കപ്പെടുകയാണ്. നമ്മൾ പറയുന്ന കർത്താവേ, എന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം ഓർക്കപ്പെടണം. Your name should be glorified through my life. ചില വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം. 1 Corinthians verse 10:31. Chapter 10 verse 31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. തിന്നാലും കുടിച്ചാലും എന്തോ ചെയ്താലും കർത്താവിന്റെ നാമം മഹത്വപ്പെടും. അവിടെ തിന്നുകയും കുടിക്കുകയും വിടട്ടെ. ഞാൻ ചിന്തിച്ച അങ്ങനെയല്ല. തിന്നുന്നതിനെയും കുടിക്കുന്നതിൽ പ്രവൃത്തിയിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ പിന്നെ ബാക്കി എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? ഞാൻ എന്തോ വീട്ടിൽ തിന്നുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തോ വീട്ടിൽ ഞാനും കണ്ടിട്ടില്ല. അതൊരു ചെറിയ കാര്യം. അങ്ങനെ ഒരു വ്യക്തി ശ്രദ്ധിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടെ എന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ കാണുന്ന കാര്യങ്ങൾ കൂടെ എത്ര മഹത്വപ്പെടണം? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ അല്ലേ? അവൻ നമ്മളെ മനുഷ്യൻ കാണുമ്പോ നമ്മളിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ഓക്കെ, സങ്കീർത്തനം 115-17 വാക്യം. Psalm 115 verse 17. 115 മരിച്ചവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? മരിച്ചവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്യമല്ല. അതിന്റെ അർത്ഥം എന്താ? സ്തുതിക്കാത്ത എല്ലാവരും അർത്ഥമുണ്ട്. അത് ഈ കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് എത്ര ഭാഗ്യം കിട്ടി. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. 2017 ഒരു സർജറിക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഷാർജയിൽ വന്നു. എനിക്ക് എന്റെ ഓഫീസിൽ പോലും പോകാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അറിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ ഒരു ആസ്റ്റർ ഫാർമസിയുടെ ഇനോഗ്രേഷൻ സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നുണ്ടെന്ന്. ഈ വൈകാത്ത ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് ടെണ്ടുൽക്കറിനെ കാണാൻ പോകും. അദ്ദേഹം വന്നത് 1.5 മണിക്കൂർ ലേറ്റായിട്ടാ. കർത്താവ് 1.5 മണിക്കൂർ ലേറ്റാണെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ വന്നത് അല്ലേ? ഞാൻ 1.5 മണിക്കൂർ അവിടെ നിന്നു. ആരെ കാണാനാണ്? ടെണ്ടുൽക്കറിനെ കാണാൻ. ഈ സാധാരണ ഹംബിൾ മനുഷ്യനായിട്ട് വെരി ഹംബിൾ. താൻ വന്ന് മൈക്കെടുത്തപ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഐ എം സോറി ഫോർ ബീങ് ലേറ്റ്. കാരണം എയർപോർട്ടിൽ ദുബായ് നിങ്ങളുടെ ഇവിടുത്തെ ട്രാഫിക് കാരണം ഞാൻ കുടുങ്ങി. ഞാൻ കറക്റ്റ് ടൈമിലാണ് ഈ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ജനങ്ങളെ ഇറങ്ങി കൈയടിക്കാനും ഭയങ്കര സച്ചിന് ബഹളം ഉണ്ടാക്കാൻ. അപ്പൊ സച്ചിന് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പൊ സച്ചിനെ കണ്ടപ്പോൾ ജനങ്ങൾ ഇറങ്ങും, കർത്താവിനെ കണ്ട ഇറങ്ങത്തില്ല. അപ്പൊ തിരുവചനം വിളിക്കുന്നത് അവർ മരിച്ചവരാ. നമ്മൾ ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. കൈകൾ കർത്താവ് തന്നിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേട്ടിട്ടുള്ളവർക്ക് ഓർക്കണം, കേൾക്കാത്തവർക്ക് കേൾക്കാം. ഞാൻ 7 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലൊരു സ്ഥലമുണ്ട് പൂക്കെയ്ത. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കേൾക്കാത്ത സ്ഥലങ്ങൾ ഞാൻ പോയിട്ട് വന്നു. പൂക്കെയ്ത സ്കൂൾ റോഡിൽ ഒരു മീറ്റിംഗ്